everyone, welcome to G-Pod Class 7. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ 7ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾ നാഫി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം അത് അവിടെ പടിവാതിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിലെ ഈ സോഷ്യൽ സയൻസിൽ 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. അവർ എർത്ത് അഥവാ നമ്മുടെ ഭൂമി. ഈ ഭൂമിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ നേരത്തെ കിട്ടാനായിട്ട് നമ്മുടെ ക്ലാസ് 7ന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. ലൈവ് ഉണ്ട്. ലൈവിന് ശേഷം നമ്മൾ തരുന്ന നോട്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. എവിടെയാണ്? ഈ സ്റ്റഡി ഗ്രൂപ്പിലാണ്. അപ്പോൾ നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഹൗ ഡിഡ് വി ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്? ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ഈ ഒരു ചോദ്യം എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പൊ അതിന് ആൻസർ ആയിട്ട് എന്താ എഴുതേണ്ടത്? ഈ പോയിന്റ്സ് ആട്ടോ. ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ആയി റീച്ച് ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന വസ്തുക്കളെ പഠിച്ചുകൊണ്ട്, അതായത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്ന് ഒരുപാട് വസ്തുക്കൾ എത്തും. അതിനെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് പഠിക്കാം. ഫ്രോം ഇൻഫർമേഷൻ കളക്ടഡ് ഫ്രോം ദി മൈൻസ്, ഖനികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ബൈ അനലൈസിംഗ് ദ മോഷൻ ഓഫ് വേവ് ജനറേറ്റഡ് ഡ്യൂറിംഗ് എർത്ത് ക്വേക്ക്, അല്ലെ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് പഠിക്കാം. പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എന്ത്? ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്രസ്റ്റ്, കോറ്, മാൻഡിൽ, ഭൂവൽക്കം, കോറ്, മാൻഡിൽ എന്നിവയുടെ സവിശേഷതകൾ എന്ത് ചെയ്യുക? വിശദീകരിക്കുക. 3-4 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് എന്ത്? ഭൂവൽക്കം അഥവാ ക്രസ്റ്റിലെ എന്താണ്? സോളിഡ് അഥവാ റോക്ക് അഥവാ പാറകളാൽ നിർമ്മിക്കപ്പെട്ട ഭാഗമാണ് ഇത് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഈ ക്രസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. വൻകര ഭൂവൽക്കവും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? സമുദ്ര ഭൂവൽക്കവും ഉണ്ട്. ഇതിന്റെ ഒരു തിക്നെസ് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? ഒരു 30 കിലോമീറ്റേഴ്സ് അഥവാ ഒരു 30 കിലോമീറ്റർ വരും. അത് മാത്രമല്ല, ഇതിന് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ ഈ വൻകര ഭൂവൽക്കത്തിന്റെ കട്ടിയാണ് 30 കിലോമീറ്റർ. അത് തന്നെ നമ്മൾ എവിടേക്ക് എത്തുമ്പോൾ മൗണ്ടൈൻ സൈഡ് അഥവാ പർവ്വതത്തിന്റെ ഭാഗത്ത് എത്തുമ്പോൾ ഒരു 70 കിലോമീറ്റർ വരും. ഇനി ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ സമുദ്ര ഭൂവൽക്കത്തിന്റെ കട്ടി എത്രയാടാ? 5 കിലോമീറ്റർ, അതായത് 5 കിലോമീറ്റർ ആണ്. ഇനി മാൻഡിൽ ഉണ്ട്. മാൻഡിലിന്റെ പ്രത്യേകത എന്താ? ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് ഇത് മാൻഡിൽ. 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഈ അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ആൻഡ് ക്രസ്റ്റ്. മാൻഡിലിന്റെ മുകൾ ഭാഗവും ക്രസ്റ്റും കൂടി ചേർന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് വൺ ആണ് ഇത് കോർ അഥവാ കാമ്പ്. കാമ്പിന് 2 ഭാഗങ്ങളുണ്ട്. ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട് കേട്ടോ. പുറക്കാമ്പും ഉണ്ട്, അകക്കാമ്പും ഉണ്ട്. ഔട്ടർ കോർ എന്തവസ്ഥയിലാ? ദ്രവാവസ്ഥയിലും. ഇന്നർ കോർ അഥവാ അകക്കാമ്പ് എന്തവസ്ഥയിലാണ്? ഖരാവസ്ഥയിലുമാണ്. അതായത് ഔട്ടർ കോർ അഥവാ പുറക്കാമ്പ് എന്തവസ്ഥയിലാ? ലിക്വിഡ് സ്റ്റേറ്റിലും. ഇന്നർ കോർ അഥവാ അകക്കാമ്പ് എന്തവസ്ഥയിലാ? സോളിഡ് സ്റ്റേറ്റ് അഥവാ ഖരാവസ്ഥയിലുമാണ്. നിക്കൽ ആൻഡ് അയൺ, ഇരുമ്പും നിക്കലും കൂടി ചേർന്നിട്ടാണ് എന്തുള്ളത്? കാമ്പ് അഥവാ കോർ ഉള്ളത്. അതുകൊണ്ട് ഇതിന് എന്ത് വിളിക്കുന്നു? NiFe എന്ന് വിളിക്കുന്നു. ഇനി ശ്രദ്ധിക്കണേ, ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ? എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? നോക്കിക്കോ. ലിഫ്റ്റർ ഫ്രോം ദി എർത്ത് ബൈ ദി വിൻഡ്, കാറ്റിലൂടെ ഭൂമിയിൽ ഉയർത്തപ്പെടുന്നവ. കമ്മിങ് ഔട്ട് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ. ആഷ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ബേണിംഗ് ഓഫ് മെറ്റിയോസ്, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭൂമിയിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ എത്തുന്നതിനുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കും. ഓക്കെ. അപ്പൊ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ എത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും ഒരു ഹോംവർക്ക് ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്ത്. 2 ഹോംവർക്കുകൾ ഉണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്ത്. ഇതും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചേക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ പാളികൾ. നമുക്കറിയാം ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അത് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മിസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയർ ഉണ്ട്. 5 ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ അല്ലെ. നമ്മുടെ അന്തരീക്ഷത്തിന് 5 പാളികളുണ്ട്. ഓരോ പാളിയുടെയും സവിശേഷത പഠിച്ചു വെക്കണേ. ഫസ്റ്റ് വൺ ആണ് ഇത് ട്രോപ്പോസ്ഫിയർ അല്ലെ. ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴ്ന്ന പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഒരു ആവറേജ് ഹൈറ്റ് എത്രയാടാ? 13 കിലോമീറ്റർ അഥവാ 13 കിലോമീറ്റർ ആട്ടോ. ഇനി ശ്രദ്ധിക്കണേ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങള്, വാട്ടർ വേപ്പേഴ്സ്, ജലാംശം, സ്നോ, വിൻഡ്, അങ്ങനത്തെ എല്ലാ സാധനവും, മഞ്ഞും കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ ട്രോപ്പോസ്ഫിയറിന്റെ പെക്യുലാരിറ്റി എന്താ വെച്ചാൽ, ആസ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില എന്ത് ചെയ്യും? കുറയും. അതായത് ഓരോ 165 മീറ്റർ ഹൈറ്റിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കുറയുന്നു. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? നോർമൽ ലാപ്സ് റേറ്റ് അഥവാ ക്രമമായ താപനഷ്ട നിരക്ക്. ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതയാ? ട്രോപ്പോസ്ഫിയർ ആണ്. അടുത്താണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ കേട്ടോ. ശ്രദ്ധിക്കണം, ഏതാടാ? ഒരു ഓസോൺ ലെയർ, നമ്മുടെ ഓസോൺ പാളി ഉണ്ടല്ലോ, ആ ഓസോൺ പാളി കാണുന്ന ലെയർ ആണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ആരുള്ളത്? ഓസോൺ ഉള്ളത് കേട്ടോ. പഠിച്ചു വെച്ചിട്ടോ. ഒരു 50 കിലോമീറ്റർ 50 കിലോമീറ്റർ ഹൈറ്റിൽ വരെയാണ് ആരുള്ളത്? സ്ട്രാറ്റോസ്ഫിയർ കാണാം. അടുത്താണ് ഇത് മിസോസ്ഫിയർ, ദ കോൾഡസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ.
50 to 80 കിലോമീറ്റേഴ്സ് അല്ലെ, 50 മുതൽ 80 കിലോമീറ്റർ ഉയരത്തിൽ വരെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? മിസോസ്ഫിയർ, ദ കോൾഡസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും തണുത്ത പാളിയാണ് ഇത് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. 50 to 80 കിലോമീറ്റേഴ്സ് ഹൈറ്റ് ആണ്, -100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, -100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ, ദ കോൾഡസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഇത് തെർമോസ്ഫിയർ. അതിന് മുന്നേ മിസോസ്ഫിയർ മറ്റൊരു പെക്യുലാരിറ്റിയും കൂടി ഉണ്ട്, ദ മെറ്റിയോസ് ഗെറ്റ് ബേണിംഗ് ഹിയർ അല്ലെ. നമ്മുടെ ഭൂമിയിലേക്ക് ഉൽക്കകൾ എത്തും ആകാശത്ത് നിന്ന്, ആ ഉൽക്കകൾ കത്തിച്ചാമ്പലാന്ന് എവിടെ വെച്ചിട്ടാണ്? മെസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് തെർമോസ്ഫിയർ, ദ ഹോട്ടസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും ചൂടുള്ള പാളിയാണ് ഇത് തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്ത് എന്തുണ്ട്? അയോൺസ് ഉണ്ട് കേട്ടോ, വിച്ച് ഹെൽപ്പ് ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ് അല്ലെ. റേഡിയോ തരംഗങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന അയോൺസ് എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ആ അയോൺസ് ഇവിടെ കാണുന്നത് കൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? അയണോസ്ഫിയർ എന്ന് കൂടി വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലെയേഴ്സിന്റെ പ്രത്യേകത ഒക്കെ പഠിച്ചു വെക്കണം. ഇതേപോലുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് നേരത്തെ കിട്ടാനും ലൈവിന്റെ നോട്ട് കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ മക്കളെ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുന്ന കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.